ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനാവാതെ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം. ഇരയുടെ ചിത്രങ്ങളടക്കം വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇന്നലെ ഇതിനിടയിൽ ഈ വിവാദങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നു, അഭിഭാഷകനെ കണ്ടു, വക്കാലത്ത് ഒപ്പിട്ട് നൽകി, ആരെയും അറിയിച്ചില്ല. അങ്ങനെ രാഹുലിന് ഒരു സ്വൈര്യവിഹാരത്തിനുള്ള അവസരമുണ്ട് ഇത്ര വലിയ കേസിൽ പ്രതി ചേർത്തിട്ടും. പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഒരു മെല്ലപ്പോക്കാണോ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? അറസ്റ്റ് എന്നത് മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം വന്നതിന് ശേഷം മതി എന്ന തീരുമാനത്തിലാണോ ഇപ്പോൾ? അത്തരമൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം യുവതി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അവർ കൈമാറിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഫ്ളാറ്റിലടക്കം ഇന്ന് പുലർച്ചെ അന്വേഷണ സംഘം അതിൻ്റെ പ്രതിനിധികൾ പരിശോധനയുടെ ഭാഗമായി എത്തിയതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഈ ഫ്ളാറ്റ്, അതോടൊപ്പം പാലക്കാടുള്ള ഫ്ളാറ്റ്, തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റ്, ഈ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തും. അതോടൊപ്പം ഈ പറയപ്പെട്ട പരാതി പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലെ ഇരുവരുടെയും ടവർ ലൊക്കേഷൻ ഈ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എവിടെയായിരുന്നു അവരന്ന് ഉണ്ടായിരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന അടക്കം സൈബർ പോലീസിൻ്റെ സഹായത്തോടെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അപ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കൈമാറിയിരിക്കുന്ന ചില ഡിജിറ്റൽ രേഖകളുണ്ട്. ആ രേഖകൾ സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ ഡോക്ടറുണ്ട്. കാരണം വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടാകുകയും അങ്ങനെ വലിയൊരു മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കുകയും ചെയ്തതോടെയാണ് ഇവർ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയത്. ഈ ഡോക്ടറുടെ മൊഴിയായിരിക്കും ഈ കേസിൽ ഇനി നിർണായകമായി മാറാൻ പോകുന്നത്. കാരണം ഈ പറയപ്പെട്ട തീയതികളിൽ അവരവിടെ കൺസൾട്ടേഷൻ നടത്തിയതിൻ്റെയും ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെയും അടക്കമുള്ള രേഖകൾ ഇതടക്കം ഈ കേസിൽ സുപ്രധാനമാണ്. അതോടൊപ്പം ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ജോബി എന്ന രാഹുലിൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇയാളുടെ കൈവശമാണ് ഈ മരുന്ന് എത്തിച്ചത് എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് യുവതി ഗർഭിണിയായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ ഭർത്താവിനാണ്, തനിക്കല്ല എന്നാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരാൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മുഖേന ഈ ഗർഭചിത്രത്തിന് വേണ്ടിയ മരുന്നുകൾ കൊടുത്തുവിട്ടു എന്നൊരു ഏറ്റവും പ്രസക്തമായ ചോദ്യം ഉയരും. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് നൽകുന്ന മൊഴി, അയാളെ ചോദ്യം ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങളടക്കം ഈ കേസിൽ നിർണായകമായി മാറും. മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അടച്ചിട്ട കവറിൽ ക്ലോസ്ഡ് എൻവലപ്പിൽ കുറേ അധികം തെളിവുകൾ കൈമാറിയെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ സംഭാഷണങ്ങളാണ്, യുവതിയുമായി നടത്തിയ സംഭാഷണങ്ങളാണ്, യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ഒപ്പം ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് കുറച്ചുകൂടി അങ്ങനെ നിയമ പോരാട്ടം കുറച്ചുകൂടി ഘടിപ്പിക്കാനുള്ള ശ്രമം കൂടി ഇതിനിടയിൽ രാഹുൽ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം BNS സെക്ഷൻ 86 ഉൾപ്പെടെ ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് അതിൽ കൃത്യമായി FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം വാദിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളാണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ ഈ ബന്ധം ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന്
വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന കോടതിയിലേക്ക് കൈമാറിയിരിക്കുന്ന തെളിവുകളിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം എടുത്തു പറയേണ്ട ശ്രീ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഏറെ ചാനലുകളിലും ഏറെ സജീവമായിട്ടുള്ളത് താങ്കളാണ്. ഈ രാഹുൽ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് തെളിയുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോരാട്ടം രാഹുലിനെ വീണ്ടും ഒരു വലിയ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കേരള ജനതയിലെ 80-90% എന്ന് ന്യൂസ് 18 താഴെ വരുന്ന പരിപാടികൾ നോക്കിയാൽ. ഇന്നലെ ഞാനും ഞാൻ രഞ്ജിത്ത് രാമൻ ഞാനും കൂട്ടുന്ന പരിപാടിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള എത്ര പേർ കാണും? ഈ പൊതുജനത്തെ മുഴുവൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെന്നും 80% എന്നൊക്കെ കണക്ക് രാഹുൽ എവിടെ നിന്നാണ് കിട്ടിയത്? ആരും പറഞ്ഞില്ലല്ലോ. രാഹുൽ എവിടെ നിന്നാണ് 80% കണക്ക് കിട്ടുന്നത്? എനിക്ക് ന്യൂസ് 18 ചാനൽ വിശ്വാസമാണ്. ന്യൂസ് 18 ചാനലിൽ വന്ന അങ്ങ് കൊടുത്ത പോളിൽ 67% കോൺഗ്രസിനെ ബാധിക്കുമോ എന്നായിരുന്നല്ലോ പോള്. കറക്റ്റ്. ആ ബാധിക്കുമോ എന്നതിൽ പോലും ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇനി വേണ്ട, രഞ്ജിത്ത് രാമൻജിയോട് ഞാൻ പരസ്യമായിട്ടൊരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. നമുക്കൊരു ചർച്ച വെക്കുക. രാഹുൽ നിരപരാധിയോ എന്ന് പറഞ്ഞ് നമുക്കൊരു പോൾ ഇടാം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു നോക്കാണോ? അല്ലെ, സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകളെ നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കാണല്ലേ രാഹുലെ? താങ്കളുടെ പ്രേക്ഷകരെയാണ് താങ്കൾ താഴ്ത്തി കാണുകയല്ല. അവർ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നവര് അവര് കേരളീയ സമൂഹത്തിന് 80% എന്നൊക്കെ പറഞ്ഞ കണക്കിലേക്ക് എത്തിക്കല്ലേ? അല്ല സാർ, സോഷ്യൽ മീഡിയയിൽ ഉള്ളതിൽ 80%. ഇനി കേരള സമൂഹത്തിലെ വലിയൊരു പരിച്ഛേദം ആ പരിച്ഛേദത്തിന്റെ തെളിവുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആകുന്നതും പാലക്കാട് എവിടെ പോയാലും അദ്ദേഹം ജനങ്ങൾ, സ്ത്രീകൾ, സിനിമാ താരങ്ങൾ അദ്ദേഹത്തെ വന്ന് ആശ്ലേഷിക്കുന്നതും. ഇനി അതല്ല പോയിന്റ്. ഇനി രാഹുൽ ഏറ്റവും പോപ്പുലർ ആണെങ്കിലും കാര്യമില്ല. തെറ്റ് ചെയ്താൽ തെറ്റുകാരനാണ്, നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനാണ്. പോപ്പുലാരിറ്റി അതിനൊരു മാനദണ്ഡമല്ല. പക്ഷേ നമുക്ക് നോക്കാം, പെൺകുട്ടി പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീണില്ലേ? 4 ദിവസമാണ് കല്യാണം എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് അങ്ങയുടെ പ്രേക്ഷകരോട് പറയൂ, അത് കള്ളമല്ലേ? 1 മാസത്തിന് ശേഷം കല്യാണം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. ശ്രീ രഞ്ജിത്ത് താങ്കളുടെ പ്രേക്ഷകരോട് പറഞ്ഞു, അത് കള്ളമല്ലേ? കാര്യം കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയില്ല. ഇനി ഞാൻ താങ്കൾക്ക് അയച്ചു തന്നോന്നറിയില്ലെങ്കിൽ വീണ്ടും അയച്ചു തരാം. ആ പെൺകുട്ടി ജനുവരി 8 വരെ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടൊപ്പം പല സ്ഥലങ്ങളിലും പോകുന്ന ചിത്രങ്ങൾ എന്റെ കയ്യിരിപ്പുണ്ട്. അതിനുശേഷവും ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ജനുവരി 8 വരെ വളരെ സന്തോഷത്തോടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പോകുന്ന ചിത്രങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. താങ്കൾ കണ്ടില്ലേ? അപ്പോ പച്ച കള്ളങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ അസത്യങ്ങൾ പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്? 2 ദിവസം മുമ്പല്ലേ കേരളം അറിഞ്ഞുള്ളൂ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്? നിങ്ങൾ എല്ലാ മീഡിയക്കാർക്കും അറിയാമെങ്കിലും ഏതെങ്കിലും മീഡിയക്കാർ ആ സത്യം പുറത്തു പറഞ്ഞു? കാര്യം ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് ഈ വിഷയത്തിൽ എന്ത് പ്രസക്തിയാണ്? രാഹുൽ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു, അത് മറച്ചു വെച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് പൊളിഞ്ഞു. വിവാഹമായിട്ട് ഇതിനെ ഉണ്ട്. കാര്യം വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന് കേരള ഹൈക്കോടതിയും പഞ്ചാബ് ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധിന്യായങ്ങളും ഉണ്ട്. കേരള ഹൈക്കോടതിയുടെ വിധി അങ്ങേക്ക് ഓർമ്മയുള്ള ഒരു വിധി ഞാൻ പറയാം. വിജയബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ വിജയബാബു ഓൾറെഡി മാരീഡ് ആണ്. അതുകൊണ്ട് ആ പ്രത്യേക അതിജീവിതയെ, ഇപ്പം പോലും അതിജീവിതയല്ല, ഞാൻ പേര് പറയില്ല, ആ